അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ട്രൂ ഫാമിലിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ? റമളാനാണല്ലോ, ചായയും കടിയൊക്കെ ആയോ എല്ലാവർക്കും? ഇവിടെ ഞാൻ ഒരു 3:30 ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ പണിക്കാരുണ്ട്. ആ ആദ്യത്തെ കാർപോർച്ച് പൊളിച്ചിട്ട് പുതിയത് ഉണ്ടാക്കുകയാണ് കേട്ടോ. വലിയത് ഉണ്ടാക്കുകയാണ്. അത് കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു ആദ്യത്തെ കാർപോർച്ച് കേട്ടോ. അതേപോലത്തെ കാർപോർച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ അത് വേറെ മോഡലാണ് കേട്ടോ പ്രാവശ്യം ഇപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ ഷാലോ കടയിൽ പോയി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇന്ന് ബട്ടർ ചിക്കൻ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ പൊറോട്ട പുറത്തുനിന്ന് കൊണ്ടുവരും ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പൊരിക്കടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മോള് തലയിൽ ഷാളൊക്കെ ഇട്ട് കാണാൻ നടക്കല് കേട്ടോ. നോമ്പറക്കാൻ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോള് പൊരിക്കടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. ഒക്കെ വിശക്കണുണ്ടാവേക്കാരും നോമ്പില്ലാത്തല്ലേ. അപ്പം അങ്ങനെ വാസനയൊക്കെ കേട്ടിട്ടേ ഓള് പഴംപൊരിൻ്റെ ആളാണ്. ഓള് നേരെ പഴംപൊരി എടുത്താണ്. കുറേ ദിവസമായിരിക്കും ഓള് പഴംപൊരി അറിയാൻ തുടങ്ങിയിട്ടോ. അപ്പം അങ്ങനെ പഴംപൊരി 2 എടുത്ത് പൊരിച്ചിരുന്നു കേട്ടോ. അവൾ അതന്നെയാണ് കഴിക്കുന്നത്, വേറെ ഒന്നും വേണ്ട അവൾക്ക്. ഞാൻ അവൽ വെച്ച് കണ്ട് ഞാനൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിസ്ത എസൻസൊക്കെ ഒഴിച്ചിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ്. അവൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ആ ഡ്രിങ്ക് ഉണ്ടാക്കി വെക്കട്ടെ കേട്ടോ. കുറച്ച് തണുപ്പും വേണമല്ലോ. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഒരുക്കത്തിലാണ് കേട്ടോ. നട്ട്സുകൾ എന്തും ഇടാം കേട്ടോ, അണ്ടിപ്പരിപ്പ് ബദാം ഒക്കെ ഇടാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ഈത്തപ്പായ ഉണ്ടായിരുന്നു, അപ്പോൾ ഈത്തപ്പായ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അവൽ കുതിർത്തി വെച്ചിട്ടും ചെയ്യുന്നത്. അപ്പോൾ അതും പാലും എല്ലാം കൂടി കൂട്ടി അടിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. നല്ല ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ നമ്മൾ അവിലിൻ്റെ ഡ്രിങ്ക് റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് റെഡിയാക്കി വെച്ചാൽ ഇനി അത് നോക്കണ്ടല്ലോ. അപ്പോൾ അത് അല്പം ജഗ്ഗിലാക്കി ടേബിളിൽ വെച്ചാൽ അവിടെ ഇരുന്നോളും. ഇനി തണുപ്പിക്കാൻ ഐസ് ഇട്ട് വെച്ചാൽ അത് തണുത്തോളും. ഇനി ചിക്കന് ഇനി ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ബട്ടർ ചിക്കന് കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളം വാർന്ന് വെക്കണം. അപ്പോൾ പെട്ടെന്ന് അത് തീർക്കട്ടെ.
ഇനി ഇതിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കട്ടെ കേട്ടോ. ചിക്കൻ പൊരിക്കാനുള്ള അതിനുള്ള മസാലകളൊക്കെ റെഡിയാക്കിയിട്ട് വേണം. ബട്ടർ ചിക്കൻ ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വിശദീകരിച്ചൊന്നും പറഞ്ഞു തരാത്തത് കേട്ടോ. എല്ലാവർക്കും അറിയണതല്ലേ, വെറുതെ എന്തിനാ നമ്മൾ പറയണത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മസാലകളൊക്കെ ഇട്ടിട്ട് ചിക്കൻ പൊരിക്കാനുള്ളൊരു ഭാഗത്തിൽ കുഴച്ച് റെഡിയാക്കി വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ പൊരിക്കുക, പിന്നെ ബാക്കി മസാലകളൊക്കെ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം, അതുകൊണ്ടാണ് പറഞ്ഞു തരാത്തത്. ഇനി പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിച്ചാൽ മതി. ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സാധനങ്ങളൊക്കെ ഇടുന്നതും ഒക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ കൂടുതലായിട്ട് വിശദീകരിക്കാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കാനായിക്കണേ. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ കേട്ടോ.
പൊരിക്കടികളൊന്നും ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. ചില വീഡിയോസിൽ കാണിക്കാറുണ്ട്. എല്ലാം കൂടി ഉണ്ടാക്കുമ്പോൾ ലെങ്തായി പോവും. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അതിൽ ഇന്ന മോളെന്താ എന്നെ വീഡിയോ കാണിക്കാത്തത് പറഞ്ഞുകൊണ്ട് മോളിങ്ങനെ ഇതാവണം കേട്ടോ. അപ്പോൾ ഓളൊന്ന് ഇതന്നെ അതെടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ.